24 ബിഗ് ബ്രേക്കിംഗ്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പ്രശ്നം പാർട്ടിയെ ബാധിക്കില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AN ഷംസീർ. രണ്ടിടത്തും ഇടതുമുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു കാലത്തും നേതാക്കളുടെ പിറകെയല്ല എന്നതാണ് കണ്ണൂരിലെ പാർട്ടിയുടെ പ്രത്യേകതയെന്നും സ്പീക്കർ AN ഷംസീർ 24നോട് പറഞ്ഞു. വീണ്ടും മത്സരിക്കാത്തതിൽ പ്രയാസമില്ലെന്നും പാർട്ടി തനിക്ക് ചെറുപ്പത്തിലെ നല്ല പരിഗണന തന്നിട്ടുണ്ടെന്നും AN ഷംസീർ വിശദീകരിച്ചു. സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറും CPIMന്റെ സംസ്ഥാന സമിതി അംഗവുമായ AN ഷംസീറിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. AN ഷംസീർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. പ്രചാരണത്തിന് ഇങ്ങനെ വടക്കുനിന്ന് തെക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് LDFന്റെ സാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ ഭരണവും കേരളത്തിലുണ്ടാകും. വളരെ കംഫർട്ടബിൾ മാർജിനിൽ ഇടതുപക്ഷം തുടർ ഭരണം ഉണ്ടാക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എറണാകുളം, കൊല്ലം, ഇന്ന് തിരുവനന്തപുരത്തെത്തി. ഈ 3 ജില്ലകളിലും വളരെ അനുകൂലമായ സാഹചര്യമാണ് എനിക്കവിടെ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. ഈ അങ്ങയുടെ ജില്ലയായ കണ്ണൂരിൽ CPIM പതിവില്ലാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ ഒക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ണൂരിലെ CPIMന് വെല്ലുവിളിയാണോ LDFന് വെല്ലുവിളിയാകുമോ? കണ്ണൂരിലെ പാർട്ടിക്കാർ നേതാക്കളുടെ പുറകിലല്ല. കണ്ണൂരിലെ പാർട്ടിക്ക് ഇതിനേക്കാൾ വെല്ലുവിളി ഉയർന്ന കാലം ഉണ്ടായിരുന്നു 86-ൽ. പക്ഷേ പാർട്ടിയുടെ കൂടെ ജനങ്ങൾ എന്നത് കണ്ണൂരിലെ പാർട്ടിയുടെ പ്രത്യേകത, ഒരു കാലത്തും നേതാക്കന്മാരുടെ പുറകിൽ അണിനിരക്കാത്ത പാർട്ടിയാണ് കണ്ണൂരിലെ പാർട്ടി മാസ്. അതുകൊണ്ട് തന്നെ ഇതിനെയും അതിൻ്റെ ഗൗരവത്തിൽ ഞങ്ങൾ കാണുന്നുള്ളൂ. 2 മണ്ഡലത്തിലും കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ? കാരണം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കാൻ പാടുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കണ്ണൂരിന് പുറത്തും വളരെ സജീവമായിരുന്നു. PK ശ്യാമള DYFI നേതാവായിരിക്കുമ്പോഴാണ് ഗോവിന്ദൻ മാഷ് കല്യാണം കഴിച്ചത്. അല്ലാതെ ഗോവിന്ദൻ മാഷ് കല്യാണം കഴിച്ച് PK ശ്യാമള രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. PK ശ്യാമള വളരെ ആക്റ്റീവായി സ്റ്റുഡൻറ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു, വളരെ ആക്റ്റീവായി യൂത്ത് ഫ്രണ്ടിലുണ്ടായിരുന്നു. വിവാഹം കഴിച്ചവരുടെ തട്ടകം തളിപ്പറമ്പിലേക്ക് മാറി. അപ്പോഴും അവിടെ എയ്ഡ്വയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എയ്ഡ്വയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഈ രീതിയിൽ അങ്ങേയറ്റം മിസോജിനിസ്റ്റിക്കായ സ്റ്റേറ്റ്മെൻറ്റ് മാധ്യമപ്രവർത്തനം നടത്താൻ പാടില്ല. ഞങ്ങളല്ല, പാർട്ടിയിൽ നിന്നാണ് ഈ ആക്ഷേപങ്ങൾ ഉയർന്നത്. പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷേപം എൻ്റെ ശ്രദ്ധയിൽ. TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്, അദ്ദേഹമാണ് ഉന്നയിച്ചത്. TK ഗോവിന്ദൻ മാസ്റ്റർ നിരാശനായിട്ടാണ്. ആ നിരാശയിൽ നിന്നുണ്ടായ പ്രതികരണമാണ്. ഈ പേരാവൂരിലേക്ക് KK ശൈലജയെ മാറ്റിയതും AN ഷംസീറിന് തലശ്ശേരിയിൽ വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകാത്തതും ഇതുപോലെ തന്നെ സമാനമായ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സമാനമായ ചർച്ചയും ഉണ്ടാക്കിയത് എൻ്റെ ശ്രദ്ധയിലില്ല. നമ്മുടെ പാർട്ടി കണ്ണൂർ ജില്ലയിൽ സ്വീകരിക്കുന്നൊരു ടേമുണ്ട്, ഒരു നോംസ് ഉണ്ട്. ആ നോംസിന് വിരുദ്ധമായി മത്സരിക്കേണ്ട ആളാണ് ഞാൻ, എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എങ്ങേജിൽ പരിഗണന കിട്ടിയ ഒരു പാർട്ടിക്കാരനാണ് ഞാൻ. എന്നെ ഇപ്പോൾ പാർലമെൻ്ററി രംഗത്തുനിന്ന് പാർട്ടിയിലേക്ക് അയക്കുന്നു, സംഘടനാ വർക്കിന്. ആ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും. പക്ഷേ ഈ വേറൊരു കാര്യം നോക്കിയാൽ, നമ്മൾ ഡെമോഗ്രഫിയൊക്കെ നോക്കിയാൽ കണ്ണൂരിലെ ഒറ്റ മണ്ഡലങ്ങളിൽ, ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. കഴിഞ്ഞ തവണ പേരാവൂരിലും തലശ്ശേരിയിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സന്തുലനം പോലും ഇല്ല എന്നത് അതൊരു ശരിയായ രീതിയാണോ? നിങ്ങൾ എന്നെ ഒരു മുസ്ലിം ബ്രാൻഡ് ചെയ്ത് അങ്ങനെയാണ്? ഒരിക്കലുമില്ല. അത് നിങ്ങൾ എന്നെ ഒരു ബിലിറ്റിൽ ചെയ്യല. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പരിഗണന അന്നത്തെ യൂത്ത് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ പരിഗണനയാണ്, അല്ലാതെ മൈനോറിറ്റി എന്ന ബേസിലല്ല. ഞാനൊരു കൾച്ചറൽ മുസ്ലിമാണ്, മൈനോറിറ്റിയുടെ ഭാഗമാണ്, ഈ തർക്കമൊന്നുമില്ല. പക്ഷേ കണ്ണൂരിലെ പാർട്ടി എല്ലാ കാലത്തും മൈനോറിറ്റീസിന് പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇത്തവണ പല ഫാക്ടേഴ്സ് ഒത്തു വന്നപ്പോൾ ആ രീതിയിൽ ഒരാൾ വന്നില്ല. അതിനർത്ഥം മുസ്ലിങ്ങൾ പരിഗണിച്ചില്ല എന്നല്ല. സ്പീക്കർ സ്ഥാനത്ത് ഒരു 3 കൊല്ലത്തോളമായി. സ്പീക്കർ പദവിയിൽ നിന്നും കൂടി ഇപ്പോൾ വിരമിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. സ്പീക്കർ പദവി ഒരർത്ഥത്തിൽ താങ്കളെപ്പോലെ ഒരു സംവാദകൻ ഒരു തടവറയായിരുന്നു, അതോ പിന്നെ എങ്ങനെയാണ് ആ പദവി എങ്ങനെയായിരുന്നു? ഞാൻ ഏതാണ്ട് 42 മാസത്തിന് ശേഷമാണ് പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ വരുന്നത്. 42 മാസം. ആ 42 മാസം വളച്ചുകെട്ടി രാഷ്ട്രീയം പറഞ്ഞെങ്കിലും സ്ട്രെയിറ്റ് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ട്രെയിറ്റ് പൊളിറ്റിക്സ് ഇപ്പം പറയാൻ തുടങ്ങി. കോതമംഗലത്ത് തുടങ്ങി, ചവറയിൽ വന്നു, വൈപ്പിലിന് പോയി, ഇന്നലെ പത്തനാപുരത്ത് പോയി, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ. അപ്പോൾ രാഷ്ട്രീയം പറയണം, കാരണം രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തി നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. പിന്നെ സ്പീക്കർ പദവി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പദവി നല്ല രീതിയിൽ ആസ്വദിച്ചു. ഞാനെന്ന പൊതുപ്രവർത്തകൻ മെച്ചപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി മാർക്കിടേണ്ടത് ജനങ്ങളാണ്. യുവനേതാവായ ഷംസീറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതെ, പൊളിറ്റിക്സിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. പിന്നെ ഞാൻ എന്താണെന്ന് എനിക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പുതിയ വെല്ലുവിളികൾ, പുതിയ ദൗത്യങ്ങൾ വിജയകരമാവട്ടെ. താങ്ക് യു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ തുടർഭരണം നേടുമെന്ന പ്രതീക്ഷയാണ് സ്പീക്കറും CPIMന്റെ സംസ്ഥാന സമിതി അംഗമായ AN ഷംസീർ പങ്കുവെക്കുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.